ഇനി നമുക്ക് മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിലെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ടെക്സ്റ്റ് പുസ്തകത്തിലെ രണ്ടാമത്തെ ചോദ്യം നമുക്കെല്ലാവർക്കും അറിയാം. അവർ ഒരു ക്വാഡ്രിലാറ്ററലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു ക്വാഡ്രിലാറ്ററൽ തന്നു. ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ട് അതിൻ്റെ 3 ആംഗിൾസ് 3 ആംഗിൾസാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. ഈ ആംഗിള് 105 ഡിഗ്രി എന്ന് തന്നു. അതുപോലെ ഈ ആംഗിള് 110 ഡിഗ്രി എന്ന് തന്നു. ഈ ആംഗിള് 55 ഡിഗ്രി എന്ന് തന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണമെന്നൊരു കാര്യം, ഇവിടെ ചോദ്യം എന്താണെന്ന് സാർ ആദ്യം പറയാം. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ 2 ഡയഗണൽസ് ഡയാമീറ്ററായിട്ട് സർക്കിൾ വരച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എവിടെയായിരിക്കും? ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ നമ്മൾ ഒരു ഡയഗണൽ വരച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഒന്ന് 105 ഒന്ന് 110 ആണല്ലോ. ഇത് രണ്ടും എവിടെയായിരിക്കും? അതുപോലെ തന്നെ ഇങ്ങനെ നമ്മളൊരു ഡയഗണൽ വരച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഒന്ന് 55 ഡിഗ്രിയും പിന്നെ ഈ ആംഗിൾ തന്നിട്ടില്ല, ഇതാണല്ലോ. ഇതും എവിടെയായിരിക്കും എന്നാണ് ചോദ്യം. അഥവാ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ വികർണങ്ങൾ വ്യാസമായിട്ട് വൃത്തം വരച്ചാൽ അതിൻ്റെ എതിർമൂലകൾ വൃത്തത്തിൻ്റെ ഉള്ളിലാണോ വൃത്തത്തിലാണോ വൃത്തത്തിൻ്റെ പുറത്താണോ ഉണ്ടാവുക എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ടെക്സ്റ്റ് പുസ്തകത്തിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. ടെക്സ്റ്റ് പുസ്തകത്തിലെ ആദ്യത്തെ എക്സസൈസിലെ രണ്ടാമത്തെ ചോദ്യമാണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? ഇങ്ങനൊരു ചോദ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എല്ലാ കോണുകളും തന്നിട്ടില്ലെങ്കിൽ, ആംഗിൾസ് തന്നിട്ടില്ലെങ്കിൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടെത്തിയിരിക്കണം. ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടെത്തിയിട്ട് മാത്രമേ നമ്മൾ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസ് കാണണം. അതിന് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇതിനൊരു പേര് കൊടുക്കുന്നു, ABCD. ഇപ്പോൾ നമുക്ക് 4 ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടിസസിനും നമ്മൾ പേര് കൊടുത്തു. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D ഈക്വൽ ടു, അഥവാ സം ഓഫ് ദി 4 ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് 360 ഡിഗ്രി 360. ഒരു ചതുർഭുജത്തിൻ്റെ 4 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇനി ആംഗിൾ A അഥവാ ആംഗിൾ A 105 ഡിഗ്രി പ്ലസ് ആംഗിൾ B 55 ഡിഗ്രി പ്ലസ് ആംഗിൾ C 110 ഡിഗ്രി പ്ലസ് ആംഗിൾ D. ആംഗിൾ D നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആംഗിൾ D അങ്ങനെ തന്നെ എഴുതുന്നു, സമം 360 ഡിഗ്രി. ഇനി നോക്കിക്കോളൂ, ഇത് കൂട്ടുന്നു. 105ഉം 55ഉം 110ഉം കൂടി നമ്മൾ കൂട്ടുന്നു. അപ്പോൾ നമുക്കറിയാം എന്താണ്? 105ഉം 55ഉം കൂട്ടിക്കഴിഞ്ഞാൽ 160, 160ഉം 110ഉം കൂട്ടിക്കഴിഞ്ഞാൽ 270 ഡിഗ്രി പ്ലസ് ആംഗിൾ D സമം 360 ഡിഗ്രി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ D സുഖമായിട്ട് കാണാൻ പറ്റും. ആംഗിൾ D കോൺ D സമം 360 ഡിഗ്രി. ഇതിനങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ മൈനസ് 270 ഡിഗ്രി. 360ൽ നിന്ന് 270 കുറച്ചാൽ നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഈ കോണ് നമുക്ക് എന്ത് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്വാഡ്രിലാറ്ററലിന് ഡയഗണൽസ് വരയ്ക്കുന്നു. ഈ ചതുർഭുജത്തിന് നമ്മൾ വികർണങ്ങൾ വരയ്ക്കുന്നു. നമുക്കറിയാം ഇതിൻ്റെ ഒരു വികർണം BD ആയിരിക്കും. BD എന്ന് പറയുന്ന വികർണം വ്യാസമായിട്ട് നമ്മളൊരു വൃത്തം വരച്ചാൽ നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ Aയും ആംഗിൾ Cയുമാണ്. ആംഗിൾ Aയുടെ മെഷർമെൻറ്റ് 105 ആണ്, അത് എബോ 90 ഡിഗ്രിയാണ്. ആംഗിൾ Cയുടെ മെഷർമെൻറ്റ് 110 ആണ്, അതും എബോ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മൾ BD ഡയഗണലായിട്ട് BD എന്ന് പറയുന്ന ഡയഗണൽ ഡയാമീറ്ററായിട്ട് ഒരു സർക്കിൾ വരച്ചാൽ അതിൻ്റെ 3rd വെർട്ടിസസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടിസസ് ആയ A ആൻഡ് C ആർ ഔട്ട്സൈഡ് ദ സർക്കിൾ. എയും സിയും എന്തായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിളായിരിക്കും, വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ കാരണം എന്താണ്? അത് ഒബ്റ്റ്യൂസ് ആംഗിളാണ്, അഥവാ മോർ ദാൻ 90 ഡിഗ്രിയാണ്. ഒന്നുകൂടെ പറയാം, BD
എന്ന് പറയുന്ന വികർണം വ്യാസമായി നമ്മളൊരു വൃത്തം വരച്ചാൽ അതിൻ്റെ എതിർമൂലകളായ എയും സിയും വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ കാരണം എന്താണ്? 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് ഈ 105 എന്ന് പറയുന്നതും 110 എന്ന് പറയുന്നതും. 90 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ളത് വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ മറ്റൊരു വികരണം അഥവാ എ സി എന്ന് പറയുന്ന ഒരു വികരണം, എ സി എന്ന് പറയുന്ന വികരണം വ്യാസമായിട്ട് നമ്മളൊരു വൃത്തം വരച്ചാൽ അതിൻ്റെ എതിർമൂല ഒന്ന് വരുന്നത് ആംഗിൾ ഡി, കോൺ ഡി ആണ്, മറ്റൊന്ന് വരുന്നത് കോൺ ബി ആണ്. കോൺ ബിയുടെ അളവ് 55 ഡിഗ്രിയാണ്, കോൺ ഡിയുടെ അളവ് 90 ഡിഗ്രിയാണ്. എ സി വ്യാസമായിട്ട് നമ്മൾ വൃത്തം വരച്ചാൽ നമുക്കറിയാം ഇത് 90 ഡിഗ്രിയാണ്, അതുകൊണ്ട് തന്നെ ഇത് വൃത്തത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് 55 ഡിഗ്രിയാണ്, അത് 90 ഡിഗ്രിയേക്കാൾ കുറവാണ്, ആയതുകൊണ്ട് തന്നെ ഈ കോണ് വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്നുകൂടി പറയാം, ഇവിടെ ആംഗിൾ എയും ആംഗിൾ സിയും ബി ഡി ഡയഗണൽ ബി ഡി ഡയാമീറ്ററായിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും ഇൻസൈഡ് സർക്കിൾ വൃത്തത്തിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടായിരിക്കുക, ഒബ്റ്റ്യൂസ് ആംഗിളാണ്. എന്നാൽ ബി ഡി ഡയാമീറ്ററായിട്ട് നമ്മൾ സർക്കിൾ വരച്ചാൽ അറിയാം ആംഗിൾ എയും ആംഗിൾ സിയും ഇൻസൈഡ് സർക്കിളാണ്, വൃത്തത്തിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക, ഒബ്റ്റ്യൂസ് ആംഗിളാണ്. എ സി ഡയാമീറ്ററായിട്ട് സർക്കിൾ വരച്ചാൽ നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഓൺ ദ സർക്കിളാണ്, അതുപോലെ ഇത് ലെസ് ദാൻ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ഔട്ട് സൈഡ് ദ സർക്കിൾ വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും ഉണ്ടായിരിക്കുക.